പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൊറാലിറ്റിയെ കുറിച്ചാണ്. എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ മൊറാലിറ്റി ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പരിണാമം എപ്പോഴും അർത്ഥമാക്കുന്നത് സ്വാർത്ഥ വാഹകരായ ഒരു കൂട്ടം ജീനുകളെ അടുത്ത തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നവരായിട്ടാണ് മനുഷ്യനെ കുറിച്ച് പറയാറുള്ളത്. അങ്ങനെ ഉണ്ടാകുന്ന മനുഷ്യൻ തൻ്റെ സുഖവും തൻ്റെ അതിജീവനവും ലക്ഷ്യമാക്കുന്ന മനുഷ്യനിൽ എവിടെയാണ് മറ്റുള്ള ആളുകളെ പരിഗണിക്കാനായിട്ട് തുടങ്ങിയത്? ഈ മൊറാലിറ്റികളുടെ എത്ര വർഷത്തോളം മനുഷ്യന്റെ മൊറാലിറ്റിക്ക് പഴക്കമുണ്ട്? എവിടെയാണ് തൻ്റെ ശക്തി, തൻ്റെ അതിജീവനം എന്നതിൽ നിന്ന് മാറി തൻ്റെ ഒപ്പമുള്ള ആളുകൾ, നീതിബോധം, ധാർമ്മികത, ഇതെല്ലാം മനുഷ്യന് എവിടെയാണ് ആരംഭിച്ചത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരാശയം പല ജീവികളുടെ ഇടയിലും ഉണ്ടായിരുന്നതായിട്ട് നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. കാരണം അവിടെ ജീനുകൾ കൈമാറുന്ന മറ്റ് ജീവികളുമായിട്ട് അവയുടെ അതിജീവനത്തിനുള്ള പരസ്പരമുള്ള ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അതേപോലെ പരസ്പര സഹകരണം, അതേപോലെ നമ്മുടെ ഒരു ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് റിവേഴ്സിന്റെ ഒരാശയമുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ, ഞാൻ നിന്റെ പുറം ചൊറിയാം, നീ എൻ്റെ പുറം ചൊറിയ എന്ന് പറയുന്ന ആ ഒരു ആശയവും വളരെ പുരാതന കാലം മുതൽ മനുഷ്യന്റെ അല്ലെങ്കിൽ പൊതുപൂർവികരിൽ നിന്നൊക്കെ, പൊതുപൂർവികരായ മനുഷ്യരും മറ്റ് ചിമ്പൻസികളും അടക്കമുള്ള മറ്റ് ജീവികളെല്ലാം വന്ന ആ വിഭാഗങ്ങളുടെ ഇടയിൽ തന്നെ മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവം സ്വാഭാവികമായിട്ട് പരിണാമത്തിലൂടെ രൂപപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ചിമ്പൻസികളും ബോണബോട്ടുകളും അവർ ഭക്ഷണം പങ്കുവെക്കുന്ന പ്രക്രിയ, ആദ്യകാലത്ത് ശക്തരായിട്ടുള്ള ജീവികൾ തങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ താൻ ഏറ്റവും പ്രധാനമാണെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ട് ബാക്കി പങ്കുവെക്കുന്ന ഒരു രീതി, ബാക്കി അവൻ കഴിക്കാതെ എടുക്കുമ്പോൾ മറ്റുള്ളവർ എടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള കാരണം, ഈ കൂട്ടം വളരെ കുറവായിരിക്കുന്നു, വേട്ടയാടണം, അതിന് മറ്റൊരംഗത്തിൻ്റെ സഹായം അവന് വേണം, അപ്പം അവനുമായിട്ടുണ്ടാവുന്ന യുദ്ധം തൻ്റെ എനർജി നഷ്ടപ്പെടുത്തുന്നു എന്ന ബോധ്യം. കാരണം പരിണാമപരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ജീവിവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് ഈ ഒരു പ്രശ്നം അവൻ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം പങ്കുവെക്കുക എന്ന രീതി ചിമ്പൻസികളും ബോണബോട്ടുകളിലും ഒക്കെ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നതുണ്ട്. നമ്മുടെ അരിസോണ സർവകലാശാലയിലെ നരവംശ ശാസ്ത്രജ്ഞയായിട്ടുള്ള ഒരു ലേഡി നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ട്. 4 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഹോമോ ഹൈഡർ ബർജൻസിസ് എന്ന് പറയുന്ന വിഭാഗം, മനുഷ്യനുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഹോമോ സാപ്പിയൻസിന്റെ 2 മുന്നേ ഉണ്ടായിരുന്ന വളരെ സാമ്യമുള്ള ഒരു ജീവിവർഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിത ഉടമ്പടി, അവർക്ക് ഭാഷ ഉണ്ടായിരുന്നില്ല, ആശയവിനിമയം നടത്തുന്നതും ശബ്ദങ്ങളിലൂടെയും ആംഗ്യങ്ങളിലൂടെയായിരുന്നു. അപ്പോൾ ദൈനംദിനമായ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങള്, അതേപോലെ അടിയന്തരമായിട്ടുള്ള സഹകരണം വേണം. വളരെ കുറച്ച് പേരാകുന്നു അതിജീവനത്തിന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട മല്ലിടൽ, തങ്ങൾക്ക് വേണ്ട ഇര തേടുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇവിടങ്ങളിലൊക്കെ ഇവർക്ക് സഹകരണം ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിലെ ഫീമെയിൽ ആയിട്ടുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീമെയിൽസ് തങ്ങളുടെ പങ്കാളിയെ, തങ്ങളുടെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഇണ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ സഹകരിക്കുന്നുണ്ട്, വേട്ടയാടാനുള്ള കഴിവ്, ആ കഴിവിന്റെ ഒപ്പം തന്നെ മറ്റുള്ള അംഗങ്ങളെ അവൻ പരിഗണിക്കുന്നുണ്ടോ, കൂട്ടത്തില് തട്ടിപ്പറിക്കുന്നവർ, അവർക്കൊന്നും ഈ പെണ്ണുങ്ങളെ ആകർഷിക്കാനായിട്ട് പെണ്ണുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെണ്ണുങ്ങൾ തെരഞ്ഞെടുക്കില്ല, പെണ്ണുങ്ങളുടെ തെരഞ്ഞെടുപ്പായിരുന്നു അവിടുത്തെ ഇണചേരലിന്റെ പ്രധാനം. അപ്പൊ അതൊരു പ്രധാന ഘടകമായിട്ട് തങ്ങൾക്ക് ഒരു പങ്കാളിയെ കിട്ടുന്നതിനായിട്ട് താൻ നല്ല സഹകരിക്കുന്ന അംഗമാണ്, താൻ അച്ചടക്കമുള്ളവനാണ് എന്ന് ഇവർക്ക് കാണിക്കേണ്ട ഒരാവശ്യകത ഈ ഒരു പഠനത്തിൽ പറയപ്പെടുന്നുണ്ട്. അവിടെ വിധിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ ആശയം ആദ്യമായിട്ടുണ്ടായത് 4 ലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം പരിണത ഫലം പരിണാമത്തില് അല്ലെങ്കിൽ ധാർമ്മികതയിൽ സംഭവിക്കുന്ന ഒരു പ്രധാന ഒരു കാര്യം, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്ന കഴിവുള്ള പ്രചോദിതരുള്ള വ്യക്തികള്, അവർക്ക് ശക്തമായ സ്വാധീനം അവരുടെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന ഒരാശയം അവിടെ കടന്നു വരാൻ തുടങ്ങുകയാണ്. ഇത് എല്ലാ വിഭാഗങ്ങളിലേക്കും വ്യാപിക്കുമല്ലോ.
പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ സഹകരിച്ച് ഭക്ഷണം തേടുക. സഹകരണം വേണം. ഒരാള് മറ്റൊരാളുടെ സഹകരണത്തോടു കൂടി തേടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുമിച്ച് അതിജീവിക്കാന്ന, ഞാൻ മാത്രമല്ല ഞാനും നീയും ഒരുമിച്ച് അതിജീവിക്കുക എന്ന ആശയം ഇവരുടെ ഉള്ളിലേക്ക് വരികയാണ്. നിലനിൽപ്പ് തന്നെയാണ് ഓരോരുത്തരെയും പ്രധാനം. അപ്പൊ താൻ ഒറ്റയ്ക്ക് നിലനിൽക്കുന്ന, താൻ ഒരു മൃഗത്തെ വേട്ടയാടുന്ന പോലെയല്ല വേറൊരാളെ കൂടി തന്റെ കൂട്ടത്തിൽ ചേർത്താൽ എന്ന ചിന്ത, അവന്റെ സ്വാർത്ഥത പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എല്ലാം തന്റെ വ്യക്തിപരമായ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയിൽ നിന്നുകൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധപ്പെടൽ ഇവിടെ വരികയാണ്. അപ്പോൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതിന് പുതിയ വഴികൾ ഈ വിഭാഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇതാണ് ആദ്യകാലം. 3 തരത്തിൽ പരിണാമത്തിൽ മൊറാലിറ്റിയെ തരംതിരിച്ചിട്ടുണ്ട്. അതിലെ ആദ്യകാല പൗരാണിക കാലം എന്നൊക്കെ പറയുന്ന മനുഷ്യന് മുന്നേ ഉള്ള ജീവിവർഗങ്ങളുടെ ഇടയിൽ തന്നെ 4 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ പരിണാമത്തിലെ മൊറാലിറ്റി എന്ന് പറയുന്ന ആശയം കടന്നു വന്നു എന്ന് പറയാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ആദ്യമായിട്ടുള്ള കാര്യം. കൂട്ടത്തില് മറ്റുള്ളവരെ സഹായിക്കുക എന്ന ആശയം എവല്യൂഷനിൽ കടന്നു വരാനായിട്ട് ജീവിവർഗങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഹോമോസാപ്പിയൻസ് എത്തുന്നതിന് മുന്നേയുള്ള നമ്മുടെ പുതുപൂർവികരുടെയൊക്കെ ഇടയിലേക്ക് ഈ ഒരു ആശയം കടന്നു വരികയാണ്. ഇതാണല്ലോ ജനറ്റിക്കലി ഇങ്ങനെ കൈമാറ്റപ്പെടുന്നത്. ഒരാളുടെ നിലനിൽപ്പ് മറ്റുള്ള ആളുകൾ നിങ്ങളെ കഴിവുള്ളവരായിട്ട്, എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരാളായിട്ട്, നിങ്ങളുടെ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിലയിരുത്തപ്പെടുക എന്ന ഒരവസ്ഥ, ആ ഒരു രീതി അന്ന് കാലത്ത് തന്നെ സമൂഹത്തിലായിട്ട് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ജർമ്മനിയിലെ ലീപ്സിഗിലെ ലാബില് നമ്മുടെ പ്രൊമേറ്റ് ബന്ധുക്കളായ ചിമ്പൻസി, ഒറാങ്കൂട്ടൻ അടക്കമുള്ള കുരങ്ങ് വർഗങ്ങളില് പരീക്ഷണം നടത്തി അവരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ട്. ആ പെരുമാറ്റങ്ങളിൽ നിന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഒരു നിഗമനമാണ് ധാർമ്മികതയുടെ ആരംഭം ജീവിവർഗങ്ങളിൽ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശിയ ഒരു പഠനമായിരുന്നു അത്. അവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വന്നത്. സഹതാപം മാത്രമല്ല, നമ്മൾ വിചാരിക്കുകയാണ് കൂട്ടത്തിലെ കുറഞ്ഞ ഒരാളോടുണ്ടാകുന്ന സഹതാപത്തിലാണ്. അല്ല, സഹതാപം മാത്രമല്ലായിരുന്നു, നീതിബോധം അവിടെ അവർക്ക് കടന്നു വരുന്നതായിട്ട് പറയുന്നുണ്ട്. താനും മറ്റുള്ളവരും തുല്യരാണ് എന്നുള്ളൊരു ബോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ ചില ജീവിവർഗങ്ങളിൽ താൻ മറ്റുള്ളവരെക്കാൾ വിശിഷ്ട വ്യക്തിയാണ് എന്ന് ഈ ഒരു നേതാവ് കരുതുന്നുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് തൊട്ട് തന്നെ ആ ഒരു കൂട്ടത്തിലെ വിശിഷ്ടനായിട്ട് മാറുക എന്നുള്ള ധാരണ വന്നു. തന്നെ പോലെ തന്നെയുള്ള ജീവികളാണ് മറ്റുള്ളവർ, തങ്ങളൊരു വർഗമാണ് എന്ന ധാരണ വന്നു. അതിനു മുന്നേ തൻ്റെ അതിജീവനാണ് ലക്ഷ്യം ഉണ്ടായിരുന്നത്, ഈ ചിമ്പൻസികൾ അടക്കമുള്ള കുരങ്ങുകളുടെ ഇടയിൽ. ആ ഒരു കാരണം വന്നു. നിയമം തെറ്റിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുക. മറ്റെല്ലാവർക്കും അവകാശപ്പെട്ട ആ വേട്ട മുതൽ അത് കൂട്ടത്തിൽ നിന്ന് കട്ടെടുക്കുന്നവരെ, കൂട്ടത്തിൽ നന്നായിട്ട് പണിയെടുക്കാൻ വേട്ടയ്ക്ക് വരാതെ അലസരായിട്ടിരിക്കുന്ന ആളുകളെ ഇവരെ പുറത്താക്കുക, ഇത്തരം പരിപാടികൾ, നേതാവിൻ്റെ കിഴിവ്, ഇതെല്ലാം ഇവിടെ പ്രധാനമായിട്ട് വന്നു. അവിടെയൊക്കെ നമ്മൾ എന്ന് പറയുന്ന ആശയം, ഞാൻ എന്ന് പറഞ്ഞിടത്ത് നിന്ന് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാമെന്ന ആശയം ധാർമ്മികതയുടെ തുടക്കമായിട്ട് പറയുന്നുണ്ട്. സ്വാർത്ഥത എന്നുള്ള വ്യക്തിഗതമായ സ്വാർത്ഥതയിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ആളുകൾ എന്നുള്ള സംഭവം അവിടെ വെച്ച് തന്നെ മനുഷ്യർക്ക് തുടങ്ങി. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊക്കെ ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേർതിരിച്ച് നിൽക്കുന്നതിൻ്റെ, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്കെതിരെ ഹെയ്റ്റിംഗ് നടത്തുന്നതിൻ്റെ ഒക്കെ വേരുകൾ കിടക്കുന്നത് ഈ ഭാഗങ്ങളിലാണ്, നമ്മുടെ ജീനുകളിൽ. അതിനുശേഷം പരസ്പരം ആശ്രയിക്കുകയാണ്. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി വേറെ ആളുകളെ കൂടി ആശ്രയിക്കുക. അവിടെ എന്താണ്, തങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് വേറൊരാളുമായിട്ട് പ്രശ്നത്തിന് പോയി തങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുക, നേതാവാകാനൊക്കെ യുദ്ധങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ അത് വേണ്ട എന്ന രീതിയിൽ കൂടുതൽ തങ്ങൾക്ക് ഇര ലഭിക്കുക എന്ന രീതിയിലുള്ള ഒരു പരസ്പര ആശ്രയത്വം വന്നു. മറ്റുള്ളവർ തങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ താൻ അങ്ങനെ പെരുമാറണം എന്നുള്ള ആശയം അവിടെ കടന്നു വന്നു. അപ്പൊ അവിടെ ആധുനിക മനുഷ്യന്റെ ധാർമ്മികതയായിട്ട് ഇതിന് ബന്ധമില്ലെങ്കിലും ഇതൊരു പരസ്പര ബഹുമാനം അംഗങ്ങൾക്കിടയിൽ അന്ന് മുതലേ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇനി പരിണാമത്തിലെ 2ാം ഘട്ടം നടക്കുന്നത് 2 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴുള്ളതിനേക്കാളും 2 ലക്ഷം വർഷങ്ങളുടെ പുറകിൽ ഈ രീതിയിൽ 2 ലക്ഷം വർഷങ്ങളായി പിന്നീട് വരുന്ന ജീവിവർഗങ്ങളൊക്കെ തന്നെ മനുഷ്യനുമായിട്ടുള്ള പൊതുപൂർവികർ, ഇവരുടെ അതിജീവനം വളരെ പെട്ടെന്ന് സാധ്യമാകുന്നു.
ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കൂട്ടമായി നിൽക്കുന്നു. ആ കൂട്ടങ്ങൾ പലപ്പോഴും വികസിക്കാൻ തുടങ്ങി. ഒരു പ്രദേശത്ത് നിൽക്കുന്ന കൂട്ടങ്ങൾ ഞങ്ങൾ ഈ പ്രദേശത്തെ ആളുകളാണ് എന്ന ചിന്ത കടന്നു വരികയാണ്. അത് 10 പേരിൽ നിന്ന് 100 പേരിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറി. അപ്പൊ അത് വലിയൊരു കൂട്ടമാകുന്നു. ഒരു സാംസ്കാരികപരമായിട്ടുള്ള കൂട്ടം, ആ സ്ഥലത്തെ ആളുകൾ എന്നുള്ള സംഭവം 2 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള അംഗങ്ങളെ തിരിച്ചറിയണം, പുറത്തു നിന്ന് വരുന്ന ശത്രുക്കളുടെ രീതികൾ മാറണം. അന്നാണ് സാംസ്കാരികപരമായിട്ട് തങ്ങൾ വ്യത്യസ്തരാണ് മറ്റുള്ളവരെക്കാളെന്ന് കാണിക്കുന്ന പരിപാടികളൊക്കെ ഇവർ ആവിഷ്കരിച്ചതായിട്ട് അല്ലെങ്കിൽ ഇവരുടെ രീതികളിൽ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 2000 പ്രസിദ്ധീകരിച്ച ഒരു ജേണലിൽ ഒന്നും അറിയാത്ത, സയൻസ് ജേണലിലെ ഒരു പ്രധാന പഠനമാണ്, ഒന്നും അറിയാത്ത 3 വയസ്സുള്ള കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം തലയിൽ അവരുടെ ബുദ്ധിയൊക്കെ വളർന്ന് വികസിച്ച് വരുന്ന ആ ഒരു സമയത്ത് അവരിൽ ഉണ്ടാകുന്ന മാറ്റമുണ്ട്. അവർക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ പഠനം നടത്തിയിട്ടില്ല. അത് വിരൽ ചൂണ്ടുന്നത് ഇത്തരം ഒരു ആശയത്തിലേക്കാണെന്ന് പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ മൈക്കൽ ടോമസല്ലോ എന്ന് പറഞ്ഞ ഡൂക്ക് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി അതേപോലെ ന്യൂറോ സയന്റിസ്റ്റുമായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഹ്യൂമൻസ് എന്ന് പറയുന്ന, വൈ വി ആർ അൺലൈക്ക് അതർ സ്പീഷീസ് ഓൺ ദ എർത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അവിടെയൊക്കെ ഗ്രൂപ്പിന്റെ ഉള്ളിലെ അംഗങ്ങളുടെ ബന്ധം, മനുഷ്യർ എങ്ങനെ വ്യത്യസ്തരായി എന്ന ഭാഗത്ത് ഈ ഒരു വിഭാഗങ്ങളുടെ ഇടയിൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ജീവിവർഗങ്ങള് അവരുടെ സാംസ്കാരികപരമായ ആചാരം, അതേപോലെ അന്നുണ്ടായിരുന്ന പ്രധാന പരിപാടി വേട്ടയാടലാണ്. അപ്പൊ വേട്ടയുടെ ആയുധങ്ങൾ ഉണ്ടാക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, വേട്ട കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ മുതൽ വീതിക്കുക. ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന വിഭജനം അവിടെ കടന്നു വരുന്നു. അവിടെ അലസന്മാരായ ആളുകളെ നമ്മൾ മാറ്റി നിർത്തണം, അവന് ശിക്ഷ കൊടുക്കുക എന്ന് തുടങ്ങി ഇവരുടെ ഇടയിൽ ഇവരുടേതായ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ പ്രത്യേകത, ഞാൻ എന്ന് പറയുന്ന വ്യക്തിപരമായ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ന് പറയുന്ന ഒരു രൂപമായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീനുകളിൽ. 2016 എ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ മൊറാലിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന മൈക്കൽ ടോമസ് അദ്ദേഹം ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. അതില് ഹ്യൂമൻ മൊറാലിറ്റി എന്ന മനുഷ്യന്റെ ധാർമ്മിക മനഃശാസ്ത്രം എങ്ങനെയാണ് രൂപപ്പെട്ടതാണ്. അന്ന് കാലങ്ങളിൽ, ഇത്രയും പഴക്കമുള്ള കാലങ്ങളിൽ തന്നെ ഈ ധാർമ്മിക മനഃശാസ്ത്രം മനുഷ്യർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം കടന്നു വന്ന 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവിടെയാണ് കൃഷി, വിപ്ലവകരമായ മാറ്റം ഹോമോസാപ്പിയൻസിന്റെ ഇടയിലൊക്കെ വരുന്നത് കൃഷിയുടെ വരവോട് കൂടിയാണ്. കൃഷി കടന്നു വരാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ വൈവിധ്യമാർന്ന നമ്മളുടെ മതവംശീയ വിഭാഗങ്ങളായിട്ട് മനുഷ്യര് മാറുന്നുണ്ട്. അവർ അവരുടേതായ ഗോത്രങ്ങളുടെ രീതികൾ ഉണ്ടാക്കുന്നുണ്ട്. ഗോത്രങ്ങളുടെ അടയാളങ്ങളും ആചാരങ്ങളും എല്ലാം കടന്നു വരുന്നത് ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നരാണെന്ന് പറയുന്നു. ഒരു പ്രദേശത്ത് താമസിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. യുദ്ധങ്ങൾ, പരസ്പരം അപ്പുറത്തെ ഗോത്രങ്ങൾ ആക്രമിക്കാൻ വരുന്നു, തങ്ങളുടെ വിഭവങ്ങൾ തട്ടിയെടുക്കാതിരിക്കാൻ വേലികൾ കെട്ടിത്തിരിക്കുന്നു. ഈ രീതിയിൽ പിന്നീട് മൊറാലിറ്റിക്ക് അടുത്ത ഒരു പരിണാമം സംഭവിക്കുന്നത് 10,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. അവിടെ നമ്മൾ കൂടുതൽ വികസിക്കും തോറും പരസ്പരം കലറിൽ കൂടി കുറച്ച് ഗ്രൂപ്പുകൾ മറ്റ് ഗ്രൂപ്പുകളുമായിട്ട് ഒന്നായി തീർന്നു. അപ്പൊ ഈ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്താണ്? ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിലോ 5000-ഓ 2000-ഓ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതോ അല്ല ധാർമ്മികത എന്നത്. അത് പൗരാണിക കാലമായിട്ട് മനുഷ്യന്റെ ആ പൊതുപൂർവികനിൽ തൊട്ട് മറ്റു പല ജീവികളിലും ഈ ഒരു ധാർമ്മികത ഉടലെടുത്തിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെ വ്യത്യസ്ത ജീവിവർഗങ്ങൾക്കിടയിൽ പോലും നമുക്ക് പരസ്പര സഹകരണം കാണാനായിട്ട് സാധ്യമാണ്. പല പഠനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഏറ്റവും നമ്മുടെ മുന്നിൽ കാണുന്ന ഉദാഹരണമാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പോത്തുകളുടെ ശരീരത്തിൽ കഴിയുന്ന ചെള്ളുകളുണ്ട്. ആ ചെള്ളുകളെ തിന്നു കഴിയുന്ന പക്ഷികളുണ്ട്. അവർ തമ്മിലുണ്ടാവുന്ന ഒരു ബന്ധമുണ്ട്. അതേപോലെ നമ്മുടെ പനിനീർ പൂക്കളും ഹമ്മിങ് പക്ഷിയുമായിട്ടുള്ള ബന്ധം, ഹമൂർ മീനുകളും പെല്ലറ്റ് മത്സ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഇത്തരത്തിലേക്കൊക്കെ റോബർട്ട് ട്രിവേഴ്സിന്റെ സിദ്ധാന്തപ്രകാരം ഞാൻ നിന്റെ പുറം ചൊറിയാം, നീ എന്റെ പുറം ചൊറിയ എന്ന് പറയുന്ന രീതിയിലുള്ള സഹകരണം
വ്യത്യസ്ത സ്പീഷീസിലുള്ള ജീവികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം തുടർച്ച തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തിലും ഹോമോസാപ്പിയൻസിലും ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പരോപകാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരസ്പരം നടത്തിക്കഴിഞ്ഞാലാണ് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ നോർവീജിയൻ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോർസ്റ്റീൻ വെബ്ലൻ, അതേപോലെ ഇസ്രായേലിലെ ജന്തുശാസ്ത്രജ്ഞനായിട്ടുള്ള അമോറ്റസ് സഫായി എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ട്. അവിടെ അറേബ്യയിലെ ഒരു ഇനം പക്ഷികളിലാണ് ഇവരൊരു പഠനം നടത്തിയത്. ആ പക്ഷികളിലെ ബാബ്ലർ എന്ന് പറയുന്ന പക്ഷികളിൽ നടത്തിയ പഠനമാണ്. അവര് എത്തിയിട്ടുള്ള ഒരു നിഗമനം, അപ്പൊ ആ നിഗമനം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിൽ സഹകരിക്കുന്ന ഈ പക്ഷികളുടെ ഇടയിൽ നേതാവാകാൻ ഒരു ശ്രമം നടത്താറുണ്ട്. ആ മറ്റ് പരുന്തുകളടക്കമുള്ള വലിയ പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരാള്, ആ പക്ഷി കൂടുതൽ കിട്ടുന്ന തൻ്റെ ഭക്ഷണ ശേഖരത്തിൽ നിന്ന് മറ്റ് പക്ഷികൾക്ക് ഇത് കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? അവർക്ക് നാളെ ഞങ്ങൾക്കത് തിരിച്ചു കിട്ടും, ഇവർ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കും എന്ന ആശയത്തിലായിരുന്നില്ല അത്. മറിച്ച് തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഇത് കൊടുക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഐൻസ്റ്റീൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു ശിക്ഷയോടുള്ള ഭയം കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടും ആ ഒരു കൊതിപ്പിക്കലായിട്ടോ അല്ലെങ്കിൽ പേടിപ്പിക്കലായിട്ടോ ആവരുത് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ധാർമ്മികത അത് ശരിയായ ധാർമ്മികതയല്ല. എത്ര കാലം പറ്റും? ഇങ്ങനെയൊക്കെ ആയിട്ടും മനുഷ്യർ ധാർമ്മികത പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യം. അപ്പൊ നമ്മൾ പറയുന്നതാണ്, അത്തരം നിയമങ്ങൾ മറ്റു പലരും അനുസരിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എത്തുന്ന നിഗമനം എന്താണ്? ഒരു മനുഷ്യനും ധാർമ്മികതയ്ക്കായിട്ട് പ്രത്യേക സിദ്ധാന്തങ്ങളോ ആശയങ്ങളോ ഒന്നും ആധുനിക കാലഘട്ടത്തിൽ നിന്ന് മാത്രം എടുത്തതല്ല. അത് അവന്റെ ജീനുകളിലൂടെ, അവന്റെ പൂർവ്വ പിതാമഹാക്കന്മാരിലൂടെ, മറ്റ് പൊതുപൂർവീകരിലൂടെ, മറ്റ് ജീവിവർഗങ്ങളിലൂടെ പരസ്പരം സഹകരിച്ച് ആശ്രയിച്ചുകൊണ്ട് സമൂഹത്തിൽ തങ്ങൾ മുന്നോട്ട് പോകണം. നിന്നെ ഞാൻ ആക്രമിക്കാതിരിക്കുന്നു, നീ എന്നെ ആക്രമിക്കാതിരിക്കണം എന്ന ആശയമാണ്. ആധുനിക മനുഷ്യരായ നമ്മൾ ധാർമ്മികതയിൽ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്. ധാർമ്മികതയ്ക്ക് ഇത്രയും പഴക്കങ്ങളും അതേപോലെ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളപ്പം ധാർമ്മികത അല്ലെങ്കിൽ നീതി മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ടത്, അന്ന് കാലത്ത് ഈ പറയുന്ന ഒരു പുരോഗമനവും ഇല്ല, അല്ലെങ്കിൽ കാടൻ രീതികൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലുണ്ടായ പഠനം, അവർക്കിടയിൽ ഉണ്ടാകുന്ന കാര്യം പോലും നമുക്കിന്ന് സാധ്യമാണോ? എന്റെ സ്വാതന്ത്ര്യം അത് എവിടെയാണ്? ഇതിന്റെ എന്താ പറയാ, ഇതിനെവിടെയാണ് ഞാനൊരു തടയിടേണ്ടത്? എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരിലേക്കുള്ള കടന്നുകയറ്റമാണോ? എന്റെ ഗോത്രം അല്ലെങ്കിൽ എന്റെ വിഭാഗം എന്ന് പറയുന്ന ചിന്ത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ, ഒരേ സമയം ഞാൻ സഹിഷ്ണുതയെക്കുറിച്ച് വാചാലനാവുകയും എന്റെ മറുഗോത്രം എന്ന രീതിയിൽ മറ്റാശയങ്ങളുള്ള ആളുകളുമായിട്ട് എനിക്ക് സഹകരിക്കാൻ പറ്റാതെ ആവുകയും, ധാർമ്മികത ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? മറ്റു വിഭാഗത്തിലുള്ളത് എല്ലാ മനുഷ്യർക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏതൊരു കോണിലും ഒരു പിഞ്ചു കുട്ടിക്കുണ്ടാകുന്ന വേദനയിൽ എൻ്റെ ഹൃദയത്തിൽ ചെറിയതായിട്ട് ഒരു വേദന വരുന്നുണ്ടോ? എനിക്കൊരു പൊടി കണ്ണുനീര് വരുന്നുണ്ടോ? അതാണ് ധാർമ്മികത. അവിടെ ആർക്കും, മനുഷ്യർക്ക് എവിടെ ഉണ്ടായാലും ആ മനുഷ്യന്റെ നിറമോ വംശമോ ജാതിയോ നോക്കാതെ ഉണ്ടാകുന്ന ധാർമ്മികതയുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ വരെയാണ് അപരന്റെ എന്നുള്ളതാണ്. അവരെന്നെ ഉൾക്കൊള്ളാൻ വേറെ ആശയങ്ങളുള്ള മനുഷ്യരുണ്ടാകുമ്പോൾ ആ ആശയങ്ങൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അംഗീകരിക്കാനായിട്ട് അവന്റെ വംശമോ മറ്റു കാര്യങ്ങളോ അവന്റെ സിദ്ധാന്തങ്ങളോ അവന്റെ ആശയങ്ങളോ നോക്കാതെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ആ മൊറാലിറ്റിയിലേക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.